അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ട്രംപിന്റെ ഉത്തരവ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് താൽക്കാലികമായി തടഞ്ഞു. 14 ദിവസത്തേക്കാണ് തുടർ നടപടികൾക്ക് സ്റ്റേ. ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. To defend democracy in America and to defend what it means to be an American citizen. We are thrilled that the court saw the seriousness and the urgency of the complaints and request for a temporary restraining order brought by the state of Washington, Oregon, Arizona, and Illinois, and are thrilled that the judge issued a temporary restraining order directing the United States government to take no further action in enforcing and implementing the unconstitutional and un-American executive order attempting to eliminate birthright citizenship in America. This is step one, but to hear the judge from the bench say that in his 40 years as a judge, he has never seen something so blatantly unconstitutional sets the tone for the seriousness of this effort. We'll take one step at a time, but I see no reason why a court of appeals or even the United States Supreme Court would reach a different decision that was reached today. This is fairly obvious. This is fairly simple. This has been expressly determined by the United States Supreme Court, and Congress and multiple executives have looked at it and agreed. And so I was not surprised to see Judge Kuhnauer sort of dismiss the absurd. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴും ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത് പലപ്പോഴും കോടതിയിൽ നിന്നാകും വരിക. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. വലിയ രീതിയിൽ ഒരു പാനിക് ഉണ്ടാക്കി ആളുകളിൽ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരൊക്കെ വലിയ പാനിക് ഒക്കെ ഉണ്ടാക്കി. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അതാണ് നിറഞ്ഞു നിന്ന വാർത്ത. പക്ഷെ ഇന്നാവുമ്പോഴത്തേക്കും ഫെഡറൽ കോടതി ജഡ്ജിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പരാമർശം വളരെ ശ്രദ്ധേയമാണ്. 40 വർഷത്തെ കരിയറിനിടയിൽ ഇങ്ങനെ ഇത്രയും ഭരണഘടനാ ലംഘനമായുള്ള ഒരു ഉത്തരവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ്. ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? 14 ദിവസത്തേക്ക് മാത്രമാണല്ലോ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഇല്ലീഗൽസിന്റെ കാര്യമല്ല പറയുന്നത്, ലീഗലി കുടിയേറുന്നവരിൽ മിക്കവാറും ഉള്ള ആൾക്കാർ F1, B1, L1, H1 ഇങ്ങനെയുള്ള സ്പെസിഫിക് കാറ്റഗറി, ഇതെല്ലാം ടെമ്പററി വിസാസ് ആണ്. ആ ടെമ്പററി വിസ ഒരു മാർഗമായി കണ്ട് അതിനെ മുന്നിലേക്ക് പോകുമ്പോൾ അതൊരു ഇമിഗ്രന്റ് അതായത് ഗ്രീൻ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് വർഷങ്ങളായിട്ട് നമ്മൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഫാക്ട് എന്ന് പറയുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന അത് ഏത് ഒരു കുഞ്ഞ് എവിടെ ഈ ഒരു മണ്ണിൽ ജനിച്ചാലും അതിനുള്ള ഒരു ഔട്ട്റൈറ്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു ഇവിടുത്തെ ഭരണഘടനയുടെ 14ാമത്തെ അമെൻഡ്മെന്റ് അനുശാസിക്കുന്ന ആ ഒരു റൈറ്റ് ആണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് ഇല്ലാതാക്കിയത്. അത് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ് എന്നാണ് പ്രത്യേകം മുന്നോട്ട് ചെയ്യേണ്ട കാര്യം. അത് അപ്പം അതിനെതിരെയുള്ള ഒരു വിധിയായിരുന്നു. അപ്പീലുണ്ട്. ഏകദേശം 19ഓളം കോർട്ടുകളിൽ അതിനെതിരെ ഓൾറെഡി കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിനുള്ള ഒരു ഫെഡറൽ കോർട്ട് ജഡ്ജ്മെന്റ് ആയിരുന്നു ഇപ്പം താങ്കൾ വായിച്ചത്. അപ്പൊ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആംഗിളിൽ പറയുമ്പോഴത്തേക്കും ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതിയാൽ മതി. ഇത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുമ്പോൾ 2016 2024 തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 2016 ട്രംപിന് വൈറ്റ് ഹൗസും കോൺഗ്രസും സെനറ്റും സുപ്രീം കോർട്ടും എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ചായ്വിലല്ലായിരുന്നു. എന്നാൽ ഇപ്പം അദ്ദേഹത്തിന് ഈ 4 ഇതിലും സുപ്രധാനമായ കാര്യങ്ങളിലും തലങ്ങളിലും ശക്തമായ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അത് US സുപ്രീം കോർട്ട് ആയാലും സെനറ്റ് ആയാലും കോൺഗ്രസ് ആയാലും വൈറ്റ് ഹൗസ് ആയാലും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് അതിൻ്റെതായ പ്രാതിനിധ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇതൊരു കോർട്ട്, ഒരു മുന്നേക്കുള്ള ഒരു വലിയ കോർട്ട് യുദ്ധത്തിന്റെ ഒരു തുടക്കമായിട്ട് മാത്രം ഇന്നത്തെ ജഡ്ജ്മെന്റ് കരുതിയാൽ മതി. ഇതിനെ അപ്പീൽ ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതുക. എൻഡ് ഓഫ് ദ ഡേ ഇത് ഡ്രാഗ് ചെയ്ത് സുപ്രീം കോടതി ചെയ്യുമ്പോൾ സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആയിരിക്കും പരമപ്രധാനമായിരിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഇതിനകത്ത് കടമ്പകൾ പലതും കടക്കാനുണ്ട്. എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്താൽ പോലും ഒരു ഫിലബസ്റ്റർ മജോറിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ സെനറ്റിലും കോൺഗ്രസിനും മാത്രം ഈ ഒരു ബില്ല് ഫർദർ മുന്നേക്ക് പോവുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. വിച്ച് മീൻസ് 50-50 അല്ലെങ്കിൽ 47-51 എന്ന നിലയിലേക്ക് പകരം അത് 60-ലധികം ഒരു വോട്ട് കിട്ടിയാൽ മാത്രമേ സെനറ്റിൽ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ.
അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കൊണ്ട് അല്ലെ 2-3 മാസങ്ങൾ കൊണ്ട് തീരുമാനമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശ്രീ സജിമോൻ, ഞാൻ തിരിച്ചെത്താം. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ ഫെഡറൽ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. The birthright citizenship order. Do you have any reaction? No, obviously we'll appeal it. They put it before a certain judge in Seattle, I guess, right? And there's no surprises with that judge. Mr. President, Senators Collins and Murkowski have now said they will vote against Pete Hegseth. Are you worried about his confirmation in your reaction? No, and no surprises there. It's too bad. You know, it's the way it is. Too bad. ഡോക്ടർ സജിമോൻ, ഇന്നലെ ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു. ഈ ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ പ്രസവം നേരത്തെ ആക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, സിസേറിയൻ എല്ലാം നേരത്തെ ആക്കാൻ ആലോചിക്കുന്നു. ഫെബ്രുവരി 20 മുൻപ് ഈ ഉത്തരവ് നിലവിൽ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, അതിന് വളരെ പരിഹാസത്തോടെ ട്രോളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് വളരെ വളരെ സീരിയസ് ആയ ഒരു കൺസേൺ ആണ്. ആളുകൾക്ക് ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് അവിടെ വന്ന് താമസിക്കുന്നവർക്ക്. ഇത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം എന്താണ്? തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആശങ്കാകുലരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം എനിക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു, ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ മാത്രം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. UK ഉണ്ടായിരുന്നത് 1981 അവർ ഇത് എടുത്തു കളഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ തൊട്ട് നെയ്ബറിംഗ് കൺട്രിയായ കാനഡയിലും സൗത്ത് അമേരിക്കൻ കൺട്രികളിലും ഇപ്പോഴും ഈ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതോടെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ ഇഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ വരുന്നത് F1 അല്ലെങ്കിൽ L1 അല്ലെങ്കിൽ H1 വിസയിലാണ്. അപ്പം ഈ വിസയിലുള്ള എല്ലാവരും, പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കുഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് പേരൻസിന് എന്നാണോ ഗ്രീൻ കാർഡ് അല്ലെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ ഇവിടെ ഉണ്ടാവുന്ന പുതിയ കുട്ടിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വരുന്നത്. വിച്ച് മീൻസ് ഒരു പേരൻസ് H1 അല്ലെ L1 ഇന്ന് ഇവിടെ അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് ഗ്രീൻ കാർഡിലേക്ക് കൺവേർട്ട് ആവാൻ തന്നെ ടെമ്പററി ആയിട്ട് 3 വർഷമാണ്. നോർമലി അത് പിന്നെ അടുത്ത 3 വർഷത്തോടെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ 6 വർഷമാകും. പിന്നെ ഒരു എക്സ്റ്റൻഷനൂടെ. അങ്ങനെ സാധാരണഗതിയിൽ ഒരു 6 തൊട്ട് 10 വർഷത്തെ ഒരു പ്രോസസ്സാണ് ഒരു നോൺ ഇമിഗ്രന്റ് വിസയെ ഇമിഗ്രന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ചില സമയത്ത് ചില ഫാമിലിയിൽ തിരിച്ചും ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിവിടെ ഉണ്ടാകുമ്പോൾ അതൊരു അമേരിക്കൻ സിറ്റിസൺ ആവുമ്പം ടെമ്പററി വിസയിലുള്ള ആൾക്കാരുടെ ആ പ്രോസസ്സ് ഡിലേ ആയി പോയാലും ഈ കൊച്ച് അഡൾട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പേരൻസിന് വേണ്ടിയിട്ട് തിരിച്ച് ഫയൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടേണ്ട ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ 2 രീതിയിലും ഇതിനെ ബാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപിന്റെ വന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, ഇലക്ഷന് മുമ്പ് ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു അജണ്ടയായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെയിൻ ഒരു അജണ്ടയായിരുന്നു ഇവിടുത്തെ ഡ്രെയിൻ ദ സ്വാം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും ക്യാമ്പയിൻ ചെയ്തിരുന്നതും ഇതെല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പം നമുക്കിത് വ്യക്തമായി ക്ലാരിറ്റി ആയിട്ട് വന്നു. ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാത്രമല്ല ചെയ്യുന്നത്, ലീഗലി ഇമിഗ്രന്റ് ആയിട്ടുള്ള ടെമ്പററി വിസ സ്റ്റാറ്റസ് ഉള്ള H1, L1, B1, F1 തുടങ്ങിയുള്ള വിസ കാറ്റഗറിയും ഇത് ഇമ്മീഡിയറ്റ്ലി ബാധിക്കുന്നതാണ്. ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 1-2 മാസം കൊണ്ട് തീരുമാനമാകുന്ന ഒരു കേസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സുപ്രധാനമായ ഒരു കേസാണ്. മുമ്പേ പറഞ്ഞ ക്ലിപ്പിൽ കാണിച്ചതുപോലെ തന്നെ, ജഡ്ജ് പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയധികം ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇതിന് ഔട്ട്റൈറ്റ് നോ പറയാനുള്ള ഒരു കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷത്ത് ഇനിയും പല ജഡ്ജ്മെന്റുകളും വരും. അത് ചിലപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഇത് ഡ്രാഗ് ചെയ്ത് മജോറിറ്റിയുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിട്ട് ഡ്രാഗ് ചെയ്യുക എന്നുള്ളതായിരിക്കാം മേ ബി ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രാറ്റജി തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ സുപ്രീം കോടതി ആയിരിക്കും എടുക്കുന്നത്. മേ ബി ഇതിന് 6 months to 1 year ടൈം എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴൊന്ന് പറയാനുള്ളത്.